നമസ്കാരം. 2007 T20 ലോകകപ്പ് പലതരത്തിലാണ് ക്രിക്കറ്റിൻ്റെ ഭാവി ചരിത്രം തിരുത്തിക്കുറിച്ചത്. ഈ ഉദ്ഘാടന ടൂർണമെൻറ്റിലെ ഇന്ത്യയുടെ കിരീട നേട്ടം രാജ്യത്തിൻ്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും സവിശേഷ നേട്ടമായി നിലനിൽക്കുമ്പോൾ തന്നെ ആഗോളതലത്തിൽ ക്രിക്കറ്റിനെ മാറ്റിമറിക്കുന്നതിന് അത് അടിത്തറയിടുകയും ചെയ്തു. ഈ ടൂർണമെൻറ്റിൻ്റെ വൻ വിജയം തൊട്ടടുത്ത വർഷം, അതായത് 2008 ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ തുടക്കത്തിന് കാരണമായി മാറി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗും BCCIയുടെ പ്രധാന വരുമാന സ്രോതസ്സുമാണ് IPL. അന്നത്തെ BCCI വൈസ് പ്രസിഡന്റായിരുന്ന ലളിത് മോദിയായിരുന്നു ഈ ലീഗിന് പിന്നിലെ യഥാർത്ഥ ചാലകശക്തി. T20 എന്ന പുതിയ ഫോർമാറ്റിനെ ആഗോള ശ്രദ്ധാകേന്ദ്രമാക്കുന്നതിലും അതിനെ വാണിജ്യപരമായി വൻ വിജയമുള്ള ഒരു ഉൽപ്പന്നമാക്കി മാറ്റുന്നതിലും അദ്ദേഹം നിർണായക പങ്കാണ് വഹിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യ നേടിയ ഈ ചരിത്ര വിജയം T20 ക്രിക്കറ്റിനെ രാജ്യത്തുടനീളമുള്ള സാധാരണക്കാരുടെ വീടുകളിൽ ഒരു തരംഗമാക്കി മാറ്റുന്നതിലും വലിയ പങ്ക് വഹിച്ചു. എന്നിരുന്നാലും ടൂർണമെൻറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ ആദ്യമായി പ്രഖ്യാപിച്ചപ്പോൾ അവർ കിരീടം നേടുമെന്ന് ക്രിക്കറ്റ് ലോകത്ത് അധികമാരും വിശ്വസിച്ചിരുന്നില്ല. സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, രാഹുൽ ദ്രാവിഡ് തുടങ്ങിയ മുൻനിര മുതിർന്ന താരങ്ങൾ ടൂർണമെൻറ്റിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ തീരുമാനിച്ചതോടെ MS ധോണിയുടെ നേതൃത്വത്തിലുള്ള ചെറുപ്പക്കാരും പരിചയസമ്പന്നരുമല്ലാത്ത ഒരു കൂട്ടം കളിക്കാരുമായിട്ടാണ് ഇന്ത്യ കളത്തിലിറങ്ങിയത്. വലിയ പ്രതീക്ഷകളുടെ ഭാരമില്ലാതെയും ഈ പുതിയ ഫോർമാറ്റിൽ വളരെ കുറഞ്ഞ പരിചയസമ്പന്നമായും ദക്ഷിണാഫ്രിക്കയിലേക്ക് വണ്ടി കയറിയ ഇന്ത്യയെ വെറും ഒരു പുറത്തുനിന്നുള്ള ടീമായി മാത്രമാണ് അന്ന് വിലയിരുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും സവിശേഷവും ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമായിരുന്നു. ധോണിയുടെ യുവപട ടൂർണമെൻറ്റിലുടനീളം യാതൊരുവിധ ഭയവുമില്ലാതെ സധൈര്യം ക്രിക്കറ്റ് കളിക്കുകയും എല്ലാവരുടെയും കണക്കൂട്ടലുകൾക്കപ്പുറം ഉയരുകയും ചെയ്തു. ഒടുവിൽ ഫൈനലിൽ ചിരവൈരികളായ പാകിസ്ഥാനെ നാടകീയമായ ഒരു പോരാട്ടത്തിൽ പരാജയപ്പെടുത്തി അവർ കന്നി T20 ലോകകപ്പ് കിരീടം ഉയർത്തി. ഈ വിജയം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ തലമുറയുടെ വരവ് അറിയിക്കുക മാത്രമല്ല, ലോക ക്രിക്കറ്റിൽ തന്നെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കാൻ വഴിയൊരുക്കുകയും ചെയ്തു. 2007 ഇന്ത്യ ഇംഗ്ലണ്ട് പര്യടനം നടത്തുമ്പോൾ ഞാൻ ഡ്രസ്സിംഗ് റൂമിലെ എല്ലാ കളിക്കാരെയും പോയി കണ്ടിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ദയവായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഈ T20 കളിക്കണം. അപ്പോൾ അവർ ചോദിച്ചു, ലളിത്, നിങ്ങൾ തമാശ പറയുകയാണോ? എന്താണ് ഈ മണ്ടൻ കളി? ഞങ്ങൾക്കിത് കളിക്കേണ്ട. ഡ്രസ്സിംഗ് റൂമിലെ എല്ലാവരും എന്നോട് ഇത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളുടേതൊരു നീണ്ട പര്യടനമായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കണം. എന്നാൽ ഇന്ന് ഒന്നാമതായി പൊതുജനങ്ങളോ, രണ്ടാമതായി കളിക്കാരോ, മൂന്നാമതായി ഒരു അഡ്മിനിസ്ട്രേറ്ററോ ഒരു കളിക്കാരൻ ലോകകപ്പ് കളിക്കാതിരിക്കുന്നത് അംഗീകരിക്കുമോ? വലിയ രീതിയിലുള്ള ജനരോഷം ഉണ്ടാകുമെന്നും ലളിത് മോദി ANAയോട് പറഞ്ഞു. ആദ്യ T20 ലോകകപ്പിന് അക്കാലത്ത് എത്രമാത്രം കുറഞ്ഞ പ്രാധാന്യമാണ് നൽകിയിരുന്നതെന്ന് അടിവരയിടാൻ BCCIയുടെ അന്നത്തെ തീരുമാനവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മുതിർന്ന താരങ്ങൾ പലരും ഒഴിഞ്ഞുമാറിയപ്പോൾ MS ധോണിയുടെ നേതൃത്വത്തിലുള്ള തികച്ചും പുതിയൊരു രണ്ടാം നിര ടീമിനെയാണ് BCCI ദക്ഷിണാഫ്രിക്കയിലേക്ക് അയച്ചത്. സച്ചിൻ ടെണ്ടുൽക്കറോ, ദ്രാവിഡോ, സൗരവ് ഗാംഗുലിയോ ആരും തന്നെ അന്ന് കളിച്ചിരുന്നില്ല. എന്നാൽ ഈ ഫോർമാറ്റ് കൈവരിച്ച ഇന്നത്തെ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ഒരു ലോകകപ്പിനായി ഇന്ത്യയുടെ ഒരു രണ്ടാം നിര ടീമിനെ അയക്കാൻ ക്രിക്കറ്റ് ബോർഡിനോ പൊതുജനങ്ങൾക്കോ നിലവിൽ ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നും ലളിത് മോദി കൂട്ടിച്ചേർത്തു. അതേസമയം ക്രിക്കറ്റിലെ പരമ്പരാഗത ഉഭയകക്ഷി പരമ്പരകൾ പൂർണ്ണമായി ഇല്ലാതാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു. ആഗോള പ്രേക്ഷകരെ ആകർഷിക്കാൻ വിപ്ലവകരമായ വാണിജ്യ ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പാരമ്പര്യം നിലനിർത്താൻ ഫ്രാഞ്ചൈസി അടിസ്ഥാനമാക്കിയുള്ള മാതൃകകൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു.